നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ചില സംഘർഷങ്ങൾ നേരിടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ, പരസ്പരം മത്സരിക്കുക, കൂടാതെ പലതിലും ഒരു വ്യക്തത ഇല്ലാത്തൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അതുമൂലം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിരാശ, അസ്വസ്ഥത, ദേഷ്യം ഇവയൊക്കെ ഉണ്ടാവുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സും ചിന്തകളും വ്യത്യസ്ത ദിശകളിലൂടെയായിരിക്കാം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ നിയന്ത്രിക്കുക. അതായത് ശാന്തമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷമയോടെ കാര്യങ്ങൾ നോക്കിക്കാണുക. കൂടാതെ നിങ്ങൾ പരസ്പരം കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അവർ വളരെ ബുദ്ധിയും വ്യക്തമായിട്ടുള്ള ചിന്താഗതിയും ഉള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. സത്യസന്ധമായിട്ടും ബുദ്ധിപരമായിട്ടും കാര്യങ്ങളെ സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. അതുപോലെ അവർ ഒരുപാട് സംസാരിക്കുന്ന ഒരു ആളായിരിക്കില്ല. പക്ഷേ അവർ പറയുന്ന വാക്കുകൾ വളരെ അർത്ഥവത്തായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ ആ വ്യക്തിയുടെ ഉള്ള് വളരെ ആഴമേറിയതാണെന്നുള്ളതാണ് കാണുന്നത്. വളരെ ആഴത്തിലുള്ള ചിന്തയും അറിവുകളും അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് പറയാറില്ല. പക്ഷേ എല്ലാം മനസ്സിലാക്കി മൗനത്തിലൂടെയായിരിക്കും അവർ കൂടുതലും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു കലഹം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മോശം വഴിയിലേക്ക് നയിക്കാനോ അല്ല, മറിച്ച് നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് അവർ വരുന്നത്. മാനസികമായിട്ട് നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനാണ്. കൂടാതെ അവരുടെ സാമീപ്യം നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. അവരിലൂടെ ജീവിതത്തിൽ പലതും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സുഹൃത്തിൻ്റെ രൂപത്തിൽ, പങ്കാളിയുടെ രൂപത്തിൽ, അതുപോലെ തന്നെ പുതിയൊരു പ്രണയത്തിൻ്റെ രൂപത്തിലൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ പഠനം, ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുള്ള നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഏതോ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകുന്ന, അകന്നു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിന് ഭാരമായിട്ട് തോന്നുന്ന, നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില ആശങ്കകളെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലെ വേദനകൾ നിറഞ്ഞ ഓർമ്മകളെയൊക്കെ നിങ്ങൾ വിട്ട് കളയേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അത്തരം കാര്യങ്ങളെയൊന്നും ഇനിയും നിങ്ങൾ പിടിച്ച് നിർത്തേണ്ടതില്ല. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഓർമ്മകൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇനിയും പിടിച്ച് നിർത്താതെ അതിനെയൊക്കെ വിട്ട് കളയുക എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ സ്ഥിരതയും സമാധാനവും നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകളെയോ ഒക്കെ എതിർക്കാനും വെല്ലുവിളിക്കാനും അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനുമൊക്കെ പലരും ശ്രമിച്ചേക്കാം. പക്ഷേ നിങ്ങൾ പിന്നോട്ട് പോവാതെ, വിട്ടുകൊടുക്കാതെ
നിങ്ങളുടെ നിലപാടുകളിൽ തന്നെ ഉറച്ച് നിൽക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ ജീവിതത്തിനൊരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്ലാനുകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടപ്പിലാക്കാനുള്ള ഒരു ഭയമോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് അത്തരം പ്ലാനുകളെയൊക്കെ നടപ്പിലാക്കാനായിട്ട് നിങ്ങൾ ആരംഭിക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള പ്ലാനുകളായാലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പുതിയ അവസരങ്ങളെ ആയാലും അതിനെയൊക്കെ ധൈര്യത്തോടെ തന്നെ സമീപിക്കുക എന്നുള്ളതാണ്. കൂടാതെ ജീവിതത്തിൽ സ്വയം കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള ധാരാളം അറിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. മുമ്പ് പല കാര്യങ്ങളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ വ്യക്തികളെ ആയാലും സാഹചര്യങ്ങളെ ആയാലും എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ. പക്ഷേ അത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ വലിയ വേദനകളിലേക്കും പല അബദ്ധങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്നു ചേർന്ന ദുരനുഭവങ്ങൾ മൂലം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് മുമ്പ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളിൽ പ്രാർത്ഥന വളരെ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ശക്തി കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.